നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി അതീവ ഗൗരവമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കണക്ക് നോക്കിപ്പോകുന്ന പതിവ് രീതി പറ്റില്ലെന്നും കീഴ്ഘടകങ്ങളിൽ നിന്ന് തോൽവിയുടെ കാരണം അന്വേഷിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. പ്രതിപക്ഷ നേതാവ് ആരാകണമെന്ന് CPIM ഉടൻ തീരുമാനമെടുക്കും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ പരിഗണിക്കരുതെന്ന അഭിപ്രായം CPIയിൽ നിന്നുമുണ്ടായി. തോൽവിയുടെ ആഴം എത്ര വലുതാണെന്നതിന്റെ തെളിവായിരുന്നു രാത്രി വരെ നീണ്ട CPIM സെക്രട്ടേറിയറ്റ് യോഗം. രാവിലെ 10 മണിക്ക് തുടങ്ങി അവസാനിച്ചത് രാത്രി 11-ന്. മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും നേതൃത്വം തയ്യാറാകണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. സാങ്കേതികമായ വിലയിരുത്തൽ മാത്രം പോരാ. തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കേണ്ടത് കീഴ്ഘടകങ്ങളിൽ നിന്നാണെന്നും അഭിപ്രായമുണ്ടായി. ബ്രാഞ്ച് തൊട്ട് പാർട്ടി പ്രവർത്തകരെ കേൾക്കാൻ തീരുമാനിച്ചതും സെക്രട്ടേറിയറ്റിലെ ഈ വികാരം കണക്കിലെടുത്ത്. പാളിച്ചകൾ തിരുത്തി മുന്നോട്ടു പോകണം. പാർട്ടി അടിത്തറ നഷ്ടമായ അവസ്ഥയാണ്. അണികളെ മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ലെന്നും വിമർശനമുണ്ടായി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണമെന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിൽ. ഇക്കാര്യത്തിൽ പിണറായിയുടെ നിലപാട് കൂടി കണക്കിലെടുത്ത് അന്തിമ തീരുമാനമുണ്ടാകും. പിണറായി വിജയന്റെ ശൈലി തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് CPI നേതൃയോഗങ്ങളിൽ ഉയർന്ന വിമർശനം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതുമുഖം വരട്ടെയെന്നും അഭിപ്രായമുയർന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് CPIM ആണെന്നും വാർത്തകൾ തെറ്റാണെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങി 4 ദിവസമാകുമ്പോൾ മൗനം തുടരുകയാണ് പിണറായി വിജയൻ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.